ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിതാ പതിവ് പോലൊരു സൺഡേ ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് രണ്ടു പേർക്കും ഇവിടെ ഉള്ളത് കൊണ്ട് ആകെപ്പാടെ ഒച്ചയും ബഹളമാണ്. പിന്നെ രാവിലെയാണെന്നുണ്ടെങ്കിൽ പോളിയോ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിന് പോളിയോ ഒക്കെ കൊടുത്തിട്ട് വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇപ്പോൾ സമയം 10 മണി ആയിട്ടുണ്ട് ഏകദേശം. പിന്നെ ഉച്ചത്തേക്ക് വരെയുള്ള പണികളെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പിന്നെ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും. ഫ്രീ ആയിട്ടിരിക്കുക മീൻസ് നമുക്ക് വെറുതെ ഇരുന്നാലും നമ്മുടെ കണ്ണും കാലും കൈയും എല്ലാം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതിന് വേണ്ടിയുള്ള തത്രപ്പാടിലാണ് കേട്ടോ. രാവിലെ തന്നെ കഴിക്കാനൊക്കെ കൊടുത്ത് മക്കൾക്ക്, അപ്പം ചെറിയ ആൾക്കും വലിയ ആൾക്കും ഉള്ള ആഹാരങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാൻ ബാക്കി പരിപാടികളിലേക്ക് കിടക്കും കേട്ടോ. ചോറൊക്കെ ചൂടാക്കിയാൽ മതിയായിരുന്നു. ഇനി കുറച്ച് കറിയൊക്കെ വെക്കണം, മീൻ വറുക്കാനും കുറച്ച് തോരൻ വെക്കാനും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പം അതിൻ്റെ ഒരു പരിപാടിയിലാണ്. അപ്പോൾ രാവിലെ തന്നെ ഒന്നും കഴിച്ചില്ല. അപ്പം മക്കൾക്ക് കൊടുക്കുന്നതിന് മുന്നേ എല്ലാം ചെറുതായിട്ടൊന്ന് ഒരുക്കി വെച്ചാലേക്കാം എടുക്കാമല്ലോ. അങ്ങനെ പുട്ടൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് ഓർത്ത് പഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്നലെ കടയിൽ ഞാൻ ചെന്നപ്പം അത്യാവശ്യം കുറച്ച് പഴം ഉണ്ടായിരുന്നു. അപ്പം നമുക്കിവിടെ നിപ്പുണ്ട്, അത് വിളഞ്ഞ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ ഉള്ളവരെല്ലാം പഴം തീറ്റിച്ച് കൊല്ലും. അതുകൊണ്ട് ഇന്ന് പിന്നെ പുട്ടുള്ളത് കൊണ്ട് പിന്നെ വേറെ കറിയൊന്നും ഇനി വെക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ട് പഴം അങ്ങ് എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇതാ ഒരാൾ എൻ്റെ ക്യാമറയും തൂക്കിക്കൊണ്ട് പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു ഏകദേശം ഇടയ്ക്കിടയ്ക്കെല്ലാം വന്ന് ഈ ക്യാമറ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഓടും കേട്ടോ, അതിൻ്റെ സ്റ്റാൻഡ്. അങ്ങനെ എനിക്ക് വേണ്ടി കുറച്ച് പുട്ടുണ്ടാക്കാമല്ലോ എന്ന് വെച്ചു. പുട്ട് എല്ലാം കുതിർത്ത് അടച്ച് മാറ്റി വെക്കാം കേട്ടോ. അപ്പം അവന് കഴിക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പതുക്കെ പുട്ടൊക്കെ എടുത്താൽ മതിയല്ലോ. അപ്പം ദാ കല്ലൂനാണെങ്കിൽ അപ്പം മതിയായിരുന്നു. അങ്ങനെ അപ്പത്തിൻ്റെ മാവ് നോക്കിയപ്പോൾ കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ആൾ പറഞ്ഞു, അമ്മ എനിക്ക് അപ്പം ദോശ പരുവത്തിന് ഉണ്ടാക്കി തന്നാൽ മതിയെന്ന്. അങ്ങനെ ഇതാ ലുക്ക് ഇതാ എന്തോ ചേച്ചി കൊടുത്തതാണെന്ന് തോന്നുന്നു, എന്തോ സ്നാക്സാണ്. അങ്ങനെ അതെനിക്ക് കൊണ്ട് തന്നിട്ട് പോയേ. ഞാൻ ആ സമയത്തിനുള്ള പുട്ടൊക്കെ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. പിന്നെ മുട്ട, ലുക്കുവിനാണെങ്കിൽ ഒരു സമയം മുട്ട കൊടുക്കും നമ്മൾ. മൂത്ത ആൾ കഴിക്കത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ അയാൾക്ക് വേണ്ടി മാത്രമായിട്ട് മുട്ട അങ്ങ് വെച്ചേക്കും കേട്ടോ. പിന്നെ ഇതാ തോരൻ വെക്കാൻ ഇന്ന് മുതിര എടുത്തിട്ടുണ്ട്. മുതിര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ വേവ് അറിയാൻ വയ്യാത്തതാണ് വലിയൊരു പ്രോബ്ലം. അങ്ങനെ ഇതാ ലുക്കുവിന് പാട്ടൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഇവൻ്റെ എന്നത്തെ സ്ഥിരം പരിപാടിയാണ് കണ്ടോ, ഈ ടി വിയുടെ സ്റ്റാൻഡിൽ ഇങ്ങനെ കയറിയിട്ട് ഇതിലിങ്ങനെ തൊടുക. ഞങ്ങൾ ഈ സ്റ്റാൻഡ് മേടിച്ചപ്പോഴും ഈ ടി വി മേടിച്ചപ്പോഴും ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഇതിലിങ്ങനെ വലിഞ്ഞു കയറി നിന്ന് കാണുമെന്ന്. ഇതിൻ്റെ വക്കും മൂലയൊക്കെ ഇടിക്കും എന്നൊരു ഓപ്ഷൻ മാത്രമേ നമുക്ക് അന്ന് നമ്മൾ നോക്കിയുള്ളായിരുന്നു. ഇതിലിങ്ങനെ കയറി നിന്ന് ടി വി കാണും നമുക്ക് അത്ര ബുദ്ധി ഉദിച്ചില്ലായിരുന്നു കേട്ടോ. എന്നാലും ഇതാ ഈ ചെറുക്കൻ്റെ പരിപാടി. പിന്നെ ഞാൻ കസാര എടുക്കുന്ന കാണുമ്പോഴേ ആൾക്ക് മനസ്സിലാവും കഴിക്കാനാണെന്ന്. അപ്പോൾ ഓടി വന്ന് അവിടെ ഇരുന്ന് തരും. പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ തലാണി ഞാനെടുത്ത് സൈഡിൽ വെച്ച് കൊടുക്കും. എന്തിനാണെന്നോ, ഇവന് ഈ പാട്ട് കേട്ടുമ്പോൾ ഇങ്ങനെ ആടും തലയിട്ട് ആട്ടി ആട്ടി കുറേ വട്ടം ഈ പടിയിലൊക്കെ വന്ന് ഇടിക്കും കേട്ടോ. അവനങ്ങ് കളിക്കുന്നതാണ്. അങ്ങനെ വെളി മഴ പെയ്യുന്ന കണ്ടപ്പം നേരെ വെളിയിലോട്ട് ഓടിയിട്ടുണ്ട് കേട്ടോ. ഈ ഗേറ്റിൻ്റെ മണ്ടയിൽ അങ്ങ് വലിഞ്ഞ് കയറി നിൽക്കും. മേളിൽ കയറും ആൾ. മേളിൽ കയറി അങ്ങനെ സംസാരിച്ച് താഴെ ഒരു അമ്മമ്മയുണ്ട്. അപ്പം അമ്മമ്മയോട് വർത്താനം പറഞ്ഞ ആളങ്ങ് വെളിയിലങ്ങ് ഇറങ്ങി മഴയത്ത്. അങ്ങനെ ലുക്കുവിനെല്ലാം കഴിക്കാൻ കൊടുത്തിട്ട് എനിക്ക് പുട്ടെടുത്തപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ദൈവമേ പുട്ട് കരിഞ്ഞു പോയോ. എന്നിരുന്നാലും കരിഞ്ഞു പോയതല്ല കേട്ടോ, തേങ്ങയുടെ ഒരു പ്രശ്നമായിരുന്നു. അങ്ങനെ തേങ്ങയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഞാൻ പഴവും കൂട്ടി കഴിക്കുക കേട്ടോ. അതിന് വലിയ ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ആ തേങ്ങയുടെ ഒരു കളറ് മാറിയതേ ഉള്ളായിരുന്നു. ചിലപ്പം തേങ്ങ ഞാനിങ്ങനെ തിരുമ്മി ഫ്രീസറിൽ വെച്ചേക്കും കേട്ടോ. അതിങ്ങനെ എടുത്ത് വെളിയിൽ വെച്ചതിൻ്റെ പ്രശ്നമായിരിക്കാം. പിന്നെ ലുക്കുവിനെയൊക്കെ കുളിപ്പിച്ച് ഉറക്കാമെന്നൊരു പ്ലാനിങ്ങോടെ ആൾക്ക് ഞാൻ പാമ്പറൊക്കെ എടുത്തിട്ട് കൊടുത്തു കേട്ടോ. ഭയങ്കര മഴയായിരുന്നു. അപ്പം ആൾക്ക് എപ്പോഴും മൂത്രമൊഴിക്കാൻ മുട്ടും. അതുകൊണ്ട് ഞാൻ അവന് പാമ്പറങ്ങ് എടുത്തിട്ട് കൊടുത്തു കേട്ടോ. ഇനി അവന് തുണി കഴുകാൻ ഇല്ല. ഇനി കഴുകിയിടാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാനിന്ന് പാമ്പറിലങ്ങ് കയറ്റിയാളെ. പിന്നെ അവനൊട്ട് ഉറങ്ങിയതുമില്ല. പിന്നെ ഞാൻ ഓടിപ്പോയി എൻ്റെ പരിപാടി അങ്ങ് തീർക്കാമെന്ന് വെച്ച് അങ്ങനെ കറികളെല്ലാം അടുപ്പത്ത് കയറ്റി എളുപ്പം തോരനും മീൻ വറുത്തതും പിന്നെ ചോറ് കൂട്ടാനും ഒക്കെ ഉണ്ടാക്കി കേട്ടോ. അപ്പം ഓർത്ത് മാങ്ങയുണ്ടല്ലോ എന്ന് നമുക്കൊരു കുഞ്ഞു ഷേക്ക് കൂടെ അടിച്ച് വെക്കാമെന്ന്. അങ്ങനെ ഉച്ച വരത്തെയുള്ള പരിപാടികളെല്ലാം ഞാൻ തീർത്ത് കേട്ടോ. ഒരു ഷേക്ക് കൂടെ ഉണ്ടാക്കി എൻ്റെ പരിപാടിയെല്ലാം അങ്ങ് അവസാനിച്ച്. അപ്പോൾ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാവേ. ഓക്കെ, ബൈ ബൈ, സീ യു.